സ്വബറിൻ്റെ കാര്യം 70-ൽ പുറം തന്നെ. ഖുർആൻ ഷരീഫിൽ വന്നതും ശരി തന്നെ, അതിരട്ട പ്രതിഫലവും അതിനുണ്ടെന്ന് ആയാത്തു അഖ്ബാറിൽ പെരുത്തും വന്ന്. ഏതൊരു ഇബാദത്തിൻ്റെ പ്രതിഫലത്തിനും കണക്കുണ്ട്, സ്വബറിനില്ലതിൽ അതിരൊന്നും. ക്ഷമ സ്വർഗനിധിയിൽപ്പെട്ട ഒന്നാണെന്ന് തിരുവചനമിൽ ഉൾപ്പെട്ടതായി കിടക്കുന്നു. നഫ്സിൻ്റെ മേൽ ഏറ്റം പ്രയാസത്തോട് ചെയ്യുന്ന അഅ്മാലേത് അതിനാഗ്രേഡ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതൊന്നോ അത് ക്ഷമയില്ല എങ്കിൽ പിന്നെ ലഭ്യം അല്ലത് എന്നാണ് റൂഹുല്ലാഹി ഈസാ വചനവും. അതുകൊണ്ട് നേട്ടം തന്നെയാണ് ഇരുലോകവും. സുന്നത്ത്, ഫർദ്, ഹറാമ്, മക്റൂഹ് എന്ന് ക്ഷമക്കുള്ള എണ്ണം വന്നു 4-ൽ നിന്ന്. ഇഹ്യാ 4-ൽ നോക്കിയവയാൽ കാണുന്നതാ. 67-ാം പേജ് അതിൽ പറയുന്നതാ. വലിയത്തെന്തോ വന്നൊരു വ്യക്തിയിൽ മുറുകെ പിടിച്ചവൻ റബ്ബിനോട് പറഞ്ഞതിൽ, എന്നാൽ സലാമത്ത് അവന് നൽകും എന്ന് നബിയോട് റബ്ബ് പറഞ്ഞതായി പറയുന്നു. മഖ്ലൂക്കിനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ആകാശവാതിലടഞ്ഞതവനും തന്നെ. ജിന്നിൻസിലുള്ള അറിവൊക്കെയും നിനക്കുള്ളതായി, പിന്നീട് എന്തോ ഒരു വിപത്തും വന്നു പോയി. ക്ഷമ വിട്ട് നീ മഖ്ലൂക്കിനോട് അന്യായമായി, എന്നാൽ സുഹൃത്ത് ഇൽമ് അമലും വിഫലമായി. ഇബ്നുൽ അത്താ ഇത് വ്യക്തമായി പറയുന്നതാ എന്നും മുകാശിഫത്തുൽ ഖുലൂബിൽ വന്നതാ.